ഒരു കുട്ടിക്കഥ പറയാട്ടോ. ഈ ദാമോദര മാസം അങ്ങനെയുള്ള വിശേഷപ്പെട്ട മാസങ്ങളിലൊക്കെ യശോദാമ്മയുടെ അവിടെ പൂജകളൊക്കെ നടത്തും. ഈ ലക്ഷ്മി നാരായണ പൂജ, ഭഗവത് സേവ നമ്മൾ ചെയ്യുന്ന അതേപോലെ തന്നെ പൂജകളൊക്കെ നടത്തും. കുമാരി പൂജ. അപ്പോൾ ഈ കുമാരി പൂജ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ പെൺകുട്ടീനെ നല്ല ഭംഗിയിൽ വേഷമൊക്കെ കെട്ടിച്ച് കൊണ്ടുവന്നിരുത്തിയിട്ട് ശരിക്കും പൂജ ചെയ്യും. അങ്ങനെയാണ്. അതേപോലെ ലക്ഷ്മി നരസിംഹ പൂജ നടത്താനായിട്ട് പോകുകയാണ് കേട്ടോ. അപ്പം തന്നെ രാധാറാണി വന്ന് പറഞ്ഞു, ഞാൻ ലക്ഷ്മി ആവാന്ന് പറഞ്ഞിട്ട് വേഗം ചാടി പുറപ്പെട്ടു. അപ്പം നമ്മുടെ ഭഗവാൻ ഒതുങ്ങിയിരിക്കാൻ പറ്റുമോ? എന്നാൽ ഞാൻ നരസിംഹാവ എന്ന് പറഞ്ഞിട്ട് ഭഗവാനും എത്തി. അങ്ങനെ രണ്ടുപേരും ലക്ഷ്മിയും നരസിംഹവും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയിൽ വേഷമൊക്കെ കെട്ടിയിട്ട് പൂജയൊക്കെ ചെയ്യാൻ കേട്ടോ. അപ്പോൾ അതിലെ പ്രസന്ന പൂജയുടെ സമയത്ത് ഈ ഊഞ്ഞാലിരുത്തിയിട്ട് ആട്ടും. ഈ വധുവരന്മാരെയൊക്കെ ഊഞ്ഞാലിരുത്തി ആട്ടില്ലേ, അതേപോലെ രണ്ടുപേരും, ലക്ഷ്മിയുണ്ട് നരസിംഹമുണ്ട്, രണ്ടുപേരെയും ഊഞ്ഞാലിരുത്തിയിട്ട് ഇങ്ങനെ ആട്ടുകയാണ് കേട്ടോ. ആടിക്കൊണ്ടിരിക്കുക അവർ. അപ്പം നമ്മുടെ ഭഗവാനെ രാധാറാണിയുടെ ചെവിയിൽ പോയിട്ട് ചോദിക്കണം, രാധേ ഞാനൊന്ന് അലറട്ടെ, നിനക്ക് പേടിയാവുമോ എന്ന് ചോദിക്കാം. അപ്പോൾ രാധ തിരിഞ്ഞിട്ട് നോക്കിയിട്ട് പറഞ്ഞു, പേടിക്കോ? ഞാൻ എന്തിനാ പേടിക്കണേ എന്ന് ചോദിച്ചു. അല്ല, നരസിംഹത്തിന് നിനക്ക് പേടിയില്ലേ എന്ന് ചോദിച്ചു കേട്ടോ. കാരണം ഭഗവാൻ നരസിംഹമായിട്ടിലിരിക്കണേ. അപ്പോൾ ഏത് സിംഹത്തിനെ ശരിക്കും പേടിക്കണ്ടേന്ന് രാധ അങ്ങോട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ. അല്ല, ഞാനിപ്പോൾ ഈ നരസിംഹത്തിൻ്റെ വേഷമൊക്കെ കെട്ടിയിട്ടല്ലേ ഇരിക്കുന്നേ, അപ്പോൾ ലക്ഷ്മിയായിട്ട് വേഷം കെട്ടിയിരിക്കുന്ന രാധ പേടിക്കണമല്ലോ, അതാണ് ഞാൻ ചോദിക്കണത്. നിനക്ക് പേടിയില്ലേ? എന്തായാലും ആദ്യം നിനക്ക് പേടിയൊന്നും തോന്നാത്തേ എന്ന് ചോദിക്കുക. അപ്പോൾ രാധ പറഞ്ഞു, അതെ കൃഷ്ണ, ഒരു കാര്യം ചെയ്യൂ, നമ്മളിങ്ങനെ ഊഞ്ഞാലിരുന്ന് ആടില്ലേ, അപ്പോൾ ഇങ്ങനെ ആടുന്ന സമയത്ത് എന്താ നമ്മൾ കാണുക എന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ ഭഗവാൻ, എന്താ കാണുക? അല്ല, ഈ കാലുകളല്ലേ കാണുക? ഊഞ്ഞാലിരുന്ന് ആടുമ്പോൾ ഇങ്ങനെ കാലിങ്ങനെ ഉയർന്നു വരുന്നത് കാണില്ലേ, ഈ കാല് കണ്ട നരസിംഹം തോന്നുന്നു, സിംഹം തോന്നുന്നു എന്ന് ചോദിച്ചിട്ടോ രാധ. നോക്കിയപ്പോൾ ശരിയാ, ഭഗവാന്റെ കുഞ്ഞു പാദങ്ങളാണ് കാണുന്നതേ. നല്ല ചുവന്ന നിറത്തിലെ നല്ല ഭംഗിയുള്ള നഖങ്ങളൊക്കെ ആയിട്ട് നിറയെ സ്വർണ്ണ തളകളൊക്കെ അണിഞ്ഞിട്ടുള്ള കുഞ്ഞു പാദങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആർക്കെങ്കിലും പേടിയാവോ? തൻ്റെ മുഖം മാത്രമാണ് നരസിംഹമായിട്ടുള്ളൂ. വേഷമൊക്കെ കെട്ടിയപ്പോഴേ പാദങ്ങളൊക്കെ ആ കുഞ്ഞു പാദങ്ങൾ തന്നെയാണ്. അതാണ് പേടി വരാത്തെന്ന് രാധ പറയാ. ഇതന്നെ പ്രഹ്ലാദനും പറയുന്നത്. നരസിംഹത്തെ കണ്ടിട്ട് ആ വെഞ്ചാമര താടിയൊന്ന് മാറ്റി നോക്കിയാൽ കാണാം സുന്ദരമായിട്ടുള്ള മുഖം. വേഷം മാത്രമേ ഉള്ളൂ, ഉള്ളിൽ നമ്മുടെ ഭഗവാനാ, പേടിക്കാനൊന്നുമില്ല. അതാണ് രാധാറാണി പറയുന്നത്. ഭഗവാന്റെ ഈ കുഞ്ഞി പാദങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആർക്കെങ്കിലും പേടി തോന്നുമോ, നരസിംഹത്തെ പോലെ തോന്നുമോ എന്നുള്ളത്. അപ്പോഴാണ് ഭഗവാന് മനസ്സിലായത്. അങ്ങനെ ഒരു കുട്ടിക്കഥ.